എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികള്, അതുപോലെ തന്നെ ചങ്ങാതിക്കൂട്ടത്തിന്റെ ഓരോ മുത്തുമണികൾ ഞാൻ ഇപ്പോ വളരെ ഔദ്യോഗികമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് നമുക്കറിയാം, ഇത് ഒരു സൗഹൃദ സംഗമമാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം സൗഹൃദപരമായിട്ട് തന്നെ സംസാരിക്കാം. അതുമല്ല, ഔദ്യോഗികപരമായിട്ടൊന്നും കൂടുതൽ സംസാരിക്കാൻ വലിയ അറിവുള്ള ആളുമല്ല ഞാൻ. നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്ത് ഞാൻ വന്നപ്പോൾ തൊട്ട് കാണുന്നുണ്ട്, എല്ലാവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ് കാണുന്നത്. അപ്പോ അതിലുപരി ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കാരണം ചങ്ങാതിക്കൂട്ടത്തിന്റെ സൗഹൃദത്തിൽ ആഴ്ന്നിറങ്ങിയ പേരുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. അതിൽ ഒരു പേരാണ് എൻ്റെ അമ്മ ശിവകാമേശ്വരി. 1982-83 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു എൻ്റെ അമ്മയും. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗ്യം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൽ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് തിരക്കുകളെല്ലാം മാറ്റിവെച്ച്, പലർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്ന് ഇത്രയും സ്നേഹത്തോടു കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ സൗഹൃദത്തിന് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരുക്കി കൂട്ടാൻ കഴിയുന്ന ഒന്നല്ല. പുറമേ നാട്ടിലൊക്കെ നോക്കുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥി സംഘം അത്രയേ ഉള്ളൂ. പക്ഷെ എത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് ചിലപ്പോൾ ഈ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്ത നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു വിജയം ആസ്വാദകരമായി തീരണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ എന്താ പറയാ, കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഇപ്പൊ ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പുറകിൽ നടന്നിട്ടുണ്ടാവും. ഇതിപ്പോ ഈ ഒരു പ്രോഗ്രാം ഇവിടെ എത്തിച്ചതില് അതായത് പൊതുവെ വരികയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കുറെ പേര് ചിലപ്പോൾ വീടിന്റെ അടുത്ത് താമസിക്കുന്നവരായിരിക്കും, അതേ ബാച്ചിൽ പഠിച്ച, ചിലപ്പോൾ ഒരു സ്ഥലത്ത് താമസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്ഥിരം കാണുന്നവരായിരിക്കും. അതൊക്കെ ഒന്നും ചിലപ്പോ ഒരു കൂട്ടായ്മ രൂപീകരിക്കണം എന്നുള്ള ഒരു പിള്ളേർക്ക് വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവരെയൊന്നും കാണുന്നതുകൊണ്ട് അവർക്കത് തോന്നിയിട്ടുണ്ടാവില്ല. പൊതുവെ എങ്ങനെയാന്ന് വെച്ചാല് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട്, അത് ഇത്രയും 42-43 വർഷങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ തന്നെ ഒന്ന് കൂടെ പഠിച്ചതാണല്ലോ എന്നുള്ളൊരു ചിന്ത വരും. പെട്ടെന്ന് പോയിട്ട് കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ആ പരിചയം ഒന്ന് കൊടുക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പരിചയപ്പെടുന്നു, എവിടെയാണ് താമസിക്കുന്നത്, ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, കുടുംബം എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള വിശേഷങ്ങളിലേക്കൊക്കെ കടക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എങ്ങോട്ടാ കടക്കുക, നമ്മുടെ പഴയ ക്ലാസ് മുറിയിലേക്ക് അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മുറ്റത്തേക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഓർമ്മകൾ എത്തുന്നത്. പിന്നെ നമ്മൾ തിരക്ക് ആലോചിക്കുക, നമ്മൾ കൂടെ പഠിച്ച ഓരോ ആളുകളെ, അവരെന്താക്കിയായിരിക്കും, അവരിപ്പോ എവിടെയായിരിക്കും, അല്ലെങ്കിൽ അവളിപ്പോ എവിടെയായിരിക്കും. അങ്ങനെ നമ്മളെ കൂടെ പഠിച്ച ഓരോ ആളുകളെയും നമ്മൾ തിരക്കാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ അവർക്കൊന്നും അറിയില്ലായിരിക്കാം അവരൊക്കെ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ഉള്ളത്, ഒന്നും അറിയില്ലായിരിക്കാം. പക്ഷെ ആ ഉള്ള ആളുകൾ അവിടെ നിന്ന് പിരിയുമ്പോൾ പരസ്പരം നമ്പറുകളൊക്കെ വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും അല്ലെങ്കിൽ 1-2 ദിവസം കഴിയുമ്പോഴേക്കും ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഉള്ള ആളുകളൊക്കെ നുള്ളിപ്പെറുക്കി അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കൂടുതൽ പ്രയാസങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ ഒക്കെ ദിവസങ്ങൾ ചെല്ലുന്തോറും ആ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആളുകളെ പോലെ നിങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5-6 ആളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത്രയും ആളിലേക്ക് എത്തണമെങ്കിൽ, അതാണ് പറഞ്ഞത് നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ, എന്താ പ്രയാസങ്ങള് നേരിടേണ്ടി വരും. ഇത്രയും വിജയകരമായ കാര്യങ്ങൾ നേരിടണമെങ്കിൽ അതാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. അതാണ് ഞാനിവിടെ ആ ഒരു വാക്യം സൂചിപ്പിക്കാനുണ്ടായ കാരണം. അതുപോലെ തന്നെ അന്നത്തെ കാലത്തൊക്കെ ഇന്നുള്ള പോലെയല്ല. എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പരസ്പരം സംസാരിക്കാനൊക്കെ ഭയങ്കര നാണമായിരുന്നു എന്നുള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിച്ചില്ലായിരുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മ ആരോടും അങ്ങനെ മിണ്ടുകയൊന്നുമില്ലായിരുന്നു. അമ്മ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി, ആൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നു, ഇവര് പെൺകുട്ടികൾ ഇപ്പുറത്തിരിക്കുന്നു. ഇപ്പൊ എന്ന് വെച്ചാൽ കൂടുതൽ മിക്സ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ അന്ന്
ഭയങ്കര നാണവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയാറുണ്ട്, ഞാൻ ഇതിനോടൊന്നും മിണ്ടിയിട്ടേ ഇല്ല. ഈ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ അന്ന് മുഖത്ത് പോലും നോക്കാതെ അല്ലെങ്കിൽ സംസാരിക്കുക പോലും ചെയ്യാതിരുന്ന ആളുകളായിരിക്കും ഇന്ന് നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടത്തിൽ ഭയങ്കര കമ്പനി ആയിട്ടുള്ള ആളുകൾ. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ ഐഡി ഇങ്ങനത്തെയൊക്കെ വിളിയും അങ്ങനെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി സുഗതകുമാരി പറഞ്ഞൊരു വാക്ക് ഞാൻ ഇവിടെ പറയാം. ശവപുഷ്പങ്ങൾ എനിക്കവ വേണ്ട, മരിച്ചവർക്ക് പൂക്കൾ വേണ്ട, ജീവിച്ചിരിക്കുമ്പോൾ ഇത്തിരി സ്നേഹം തരിക, അത് മാത്രം മതി. സത്യമല്ലേ? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ ഓർക്കുന്നതില് അല്ലെങ്കിൽ അയാളെ പോയി കാണുന്നതില് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബോഡിയുടെ മേലെ അല്ലെങ്കിൽ കല്ലറയുടെ മേലെ കൊണ്ടിട്ട് പൂ വെക്കുന്നതിൽ ഇതിലൊക്കെ എന്താ അർത്ഥമാണ് ശരിക്കുള്ളത്? നമ്മളിപ്പോ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ പണ്ടേ നമ്മൾ മറന്ന ആളുകളെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അവരൊക്കെ പോയി ഒന്ന് കാണുക, അവരൊന്ന് ചേർത്ത് വെക്കുക. അവർക്ക് ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല. അപ്പൊ അവരെയൊക്കെ ഒന്ന് നിങ്ങൾ ഓരോരുത്തരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തന്നെ കണ്ടെത്തിയതായിരിക്കാം. അപ്പൊ അതൊക്കെയല്ലേ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരാള് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയിട്ട് അവരെ ഓർക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? അപ്പൊ ഈ ഉള്ള സമയങ്ങളിൽ നമ്മൾ ഭൂമിയിൽ നമുക്ക് കുറച്ച് കാലേ ഉള്ളൂ. ആ കാലത്തിൽ പരസ്പരം സ്നേഹിച്ചും സാന്ത്വനം നൽകി ഒക്കെ ഒരുമിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഒരു കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പായിട്ട് ചങ്ങാതിക്കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കൂടെ ഇത് കാണുന്നതാണ്. അമ്മയുടെ ഫോണിൽ ആദ്യ മെസ്സേജുകൾ വരുന്നതും അമ്മ സംസാരിക്കുന്നതും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, അതിലൊരു സൗഹൃദ സംഭാഷണം മാത്രമല്ല നടക്കുന്നത്. കൂടുതൽ ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സഹായ സഹകരണങ്ങൾ കൂടി ഈ ഗ്രൂപ്പിലൂടെ നടത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കൂടെയുള്ള ആളൊന്ന് കാല് വഴിക്കാൽ അല്ലെങ്കിൽ ഒന്ന് വീണ് പോയാൽ അവരെ എല്ലാവരും തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്ത് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കൂടെ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ കൂടുതൽ ക്രിയാത്മകമായിട്ട് ഇനിയും പ്രവർത്തനങ്ങളൊക്കെ നടത്തി നല്ല സന്തോഷത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, പലരുടെ കൂടിയിരിക്കുന്ന പലരും പല സ്വഭാവക്കാരാണ്. എന്നാലും ഒരേ സ്വഭാവത്തിൽ എന്തായാലും ഒത്തുകിട്ടില്ലല്ലോ. പല രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരുണ്ടാവും, പല മതവിശ്വാസികൾ ഉണ്ടാവും, അതുപോലെ തന്നെ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്, പഴയ ആ ഒരു 42-43 വർഷം മുമ്പുള്ള ആ കുട്ടി കുട്ടി പാടെ വിട്ടിട്ടുള്ള ആ കുട്ടികളുടെ ഒരു മനസ്സോട് കൂടിയിട്ട് എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ ശരിക്കും എന്ത് സന്തോഷമാണ്. നിങ്ങൾ പലരും ചിരിക്കുന്നത് തന്നെ എനിക്ക് ഇവിടുന്ന് കാണാം. അപ്പൊ ഇതൊക്കെ ഈ ഒരു സംഗമം കൊണ്ട് തന്നെയല്ലേ നമുക്ക് നടത്താനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു ചെറിയൊരു വരി ഞാൻ ഇവിടെ പറയാം. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ സുഖം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു അറിവ്, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം ഈ ഭൂമിയിൽ നൽകുന്നത്, അല്ലേ? നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഓരോരുത്തരും നിങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള ആ ഒരു സ്നേഹം കൊണ്ടായിരിക്കും. ഇവിടെ വന്നപ്പോൾ ഓരോരുത്തരും ഞാൻ കാണുന്നുണ്ട് വന്നടങ്ങി കെട്ടിപ്പിടിക്കുന്നു, പഴയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഉള്ള ആ ഒരു സ്നേഹത്തോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്. അതറിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അല്ലേ? എല്ലാവരുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യം, ഇന്നത്തെ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം ആ പണ്ടുണ്ടായിരുന്ന പോലെയല്ല. അന്ന് സൗഹൃദത്തിന് വലിയ മൂല്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങൾ എല്ലാവരും ഇവിടെ ഒന്നിച്ച് കൂടിയിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സാഹചര്യം അതാണോ? നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് നമ്മുടെ മക്കള്, നമ്മളെ കൂടെ കളിച്ചു വളർന്ന എൻ്റെ പ്രായത്തിലുള്ള മക്കള് എല്ലാവരും എത്ര പേരാണ് ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടെ പഠിച്ച സഹപാഠികളുടെ അടുത്ത് നിന്ന് തന്നെ ഓരോ പ്രശ്നങ്ങൾ നേരിട്ടിട്ട് അവരുടെ ജീവൻ പോകേണ്ട അവസ്ഥ വരുന്നത്. അതൊക്കെ എത്ര വിഷമം. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നത്തെ കാലത്ത് സൗഹൃദത്തിനും സ്നേഹത്തിനും വലിയ വാല്യൂ എല്ലാവരും നൽകുന്നില്ല. കൂടുതൽ ലഹരിക്കും മയക്കുമരുന്നിനും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം ഇത്രയും ചെറിയ മക്കളുടെ ഉള്ളിലേക്ക് കടന്നു വന്നതും
അതുപോലെ തന്നെ റാഗിങ്, നല്ലതല്ലാത്ത പ്രണയങ്ങൾ, ഈ പ്രണയിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവും പ്രണയം വികസിച്ചാലൊക്കെ ഓരോന്ന് ചെയ്യുക, അതുപോലെ തന്നെ റാഗി ചെയ്തിട്ടൊക്കെ ഓരോ കുട്ടികളെ ജീവൻ പോവുക, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഞാനവിടെ 2 വരി ഞാൻ എഴുതിയത് ഞാനിവിടെ പറയാം. കലാലയ മുറികളിൽ ഉടൽ കൊളുത്തിയും സഹപാഠിതൻ നെഞ്ചത്ത് വാഴ്മുല താഴ്ത്തിയും നെഞ്ചു നീറുമാം തമാശക്കിരയാക്കിയും നിർവൃതി അടയവേ പാടിയടഞ്ഞ കണ്ണുകളെ സ്വപ്നങ്ങൾ നിന്നെ നോക്കി കുരയ്ക്കില്ലേ നിത്യവും. അല്ലേ? ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ നെഞ്ച് തന്നെ നീറും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൂടെ പഠിച്ച ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടീനെയൊക്കെയാണ് കുത്തിക്കൊല്ലുന്നതും ഓരോ ചതിക്കുന്നതും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. ഇതൊക്കെ സൗഹൃദത്തിനും സ്നേഹത്തിനൊക്കെ ഒരു വാല്യൂ നൽകുന്നുണ്ടെങ്കിൽ ഇന്ന് അവരങ്ങനെയൊക്കെ ചെയ്യുമോ? നമുക്ക് തന്നെ ഓർത്താൽ മനസ്സിലാവും. ഞാനിപ്പോ വിചാരിക്കും ഇതിപ്പോ ഒരു 82-83 കാലഘട്ടത്തിലെ ബാച്ചാണ്. ഇപ്പോ അത് ഒരു 43 വർഷമൊക്കെ പിന്നിട്ടു. ഇന്നത്തെ കാലം ഉള്ള കുട്ടികളെ ഇതേ വർഷം കഴിയുമ്പോൾ ആരാ എന്താന്ന് പോലും അറിയണ്ടാവില്ല. ഇതൊക്കെയാണ് ശരിക്കും തന്നെ മുഹൂർത്തം എന്ന് പറയുന്നത്. എല്ലാവരുടെയും ഈ ഒരു ഒത്തുകൂടൽ ഇന്നത്തെ അത്രയാണ് ഉള്ളത്. സ്നേഹം എന്നൊക്കെ വെച്ചാൽ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ കൂടുതലൊന്നും നീട്ടുന്നില്ല. അപ്പൊ ഞാൻ ഒന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും തണലാകേണ്ട തണൽ മരങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരും പരസ്പരം ഇനിയും മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ സിരകളിൽ സൗഹൃദത്തിന്റെ മധുരം നിലയ്ക്കാതെ എന്നും ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള സംഗമങ്ങൾ വെക്കട്ടെ. അതില് എനിക്കും ഇനിയും പങ്കെടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ എല്ലാവരും ഇനി കൂടുതൽ ആളുകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ. ചിലപ്പോൾ അന്ന് പഠിച്ച എല്ലാവരും ഒന്നും ഇവിടെ ഒത്തു കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? അത് ഇനിയും മുമ്പോട്ടേക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിട്ട് തന്നെ അന്വേഷണങ്ങളിലൂടെ എല്ലാവരും ഇവിടെ എത്തിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. അപ്പൊ എനിക്ക് തന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 1982-83 SSLC ബാച്ചിന്റെ സൗഹൃദ കൂട്ടായ്മയുടെ ഉദ്ഘാടനം ഞാനിവിടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടിയിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഞങ്ങളൊന്നാണേ ഒന്നാണേ ഞങ്ങളൊന്നാണേ ഈ ചെങ്ങാതിക്കൂട്ടമൊന്നാണേ വരുന്നു ഞങ്ങൾ അണിയണിയായി 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 ഉയരും ഞങ്ങൾ അലകടലായി 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 വരുന്നു ഞങ്ങൾ അണിയണിയായി അണിയണിയായി അണിയണിയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി ഋഗ്വേദ് 2 വാക്ക് സംസാരിക്കുകയും അവന് ഇഷ്ടപ്പെട്ട ഒരു 4 വരി അഷ്ടപതിയാണെങ്കിൽ അഷ്ടപതി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 2-4 വരി പാടി നമ്മുടെ ഈ സംഗമത്തെ ഉത്തേജിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഋഗ്വേദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഋഗ്വേദ് 2 വാക്ക് സംസാരിക്കട്ടെ. എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും എന്റെ പേരിൽ നന്ദി. ഇനി ഈ കൂട്ടായ്മ നീണ്ടുപോട്ടെ എന്ന് പറയുന്നു. നല്ല വിലയേറിയെടുക്കാം കാലങ്ങളിൽ ഈ ചടങ്ങിന് ആശംസകൾ അറിയിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ ഈ പരിപാടികൾക്ക് ആശംസകൾ അറിയിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്.
കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സംഗമത്തിന് ഒരു ദിവസത്തെ വ്യത്യാസത്തിൽ എനിക്ക് വരാൻ പറ്റാതെ പോയി. ഞാൻ സത്യത്തിൽ അന്ന് ഇവിടെ ലാൻഡ് ചെയ്തിരുന്നു എറണാകുളത്ത്, പക്ഷെ എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. അപ്പോൾ ഈ വർഷം അത് വളരെ കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് എനിക്ക് കൂടി പങ്കെടുക്കാൻ ഇവിടെ സാധിച്ചു. കൂടാതെ അന്ന് കുറച്ച് നിങ്ങൾക്ക് കണ്ടിരുന്നു, ഞാൻ വന്നതിന് ശേഷം കുട്ടികളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ ഇന്ന് കാണാത്ത 42-43 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട മുഖങ്ങൾ ഒത്തിരി കൂടി ഉണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ അവരുമായിട്ടൊക്കെ ഒന്ന് കൂടുതൽ സംസാരിച്ച് ആ സൗഹൃദം വീണ്ടും എന്താ പറയുക, ആ പഴയ കാലത്തിലേക്ക് ഒന്ന് പോകാൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അത് നമുക്ക് സമയം കണ്ടെത്തണം. പിന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് എന്തായാലും വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ ഭാരവാഹികള്, അവർക്ക് ഞാൻ എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും പൂർണ്ണാധികം ശക്തിയോടുകൂടി നമ്മുടെ ഓരോ സംഗമങ്ങളും ഇപ്പോൾ ഈ വർഷം ഇങ്ങനെ, അടുത്ത വർഷം ഇതിലും കൂടുതൽ മനോഹരമായും സൗഹൃദ ഊഷ്മളതയോടുകൂടി ഇനിയും നമുക്ക് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഗംഭീരമായ ഈ നല്ല സദസ്യരായിട്ട് കടന്നു വന്ന് നിങ്ങളോട് വിചാരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ജോസിനെ പറയാനിടയായി ലൈഫ് അനേകരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാറ്റിവെച്ചു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ചിന്തിക്കാറുണ്ട്, ശരിയാണോ എന്നൊക്കെ ഞാനും അറിയാതിരുന്ന് ചിന്തിപ്പാനിടയായിരുന്നു. ശരിയാകാം. കാരണം ഇവിടുന്ന് SSC കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് പോയതാണ് ഞാൻ. പിന്നീട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൂട്ടായ്മയിലാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും ഇത് വലിയ ബ്ലെസ്സിംഗ് ആണ് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കട്ടെ. നമ്മുടെ കേരളം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലഹരിക്ക് അടിമയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കാനുള്ള യുവറേജിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. നിങ്ങളെന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളോടുള്ള ബന്ധത്തിലല്ല. നമ്മുടെ തലമുറകൾ ഒരു വല്ലാത്ത അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു ഈ വർഷം 2025 പിറന്നതിന് ശേഷം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകൾ ഞാനത് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോടൊന്ന് ഓർമ്മിക്കാം. 4/1/2025 വെള്ളറയിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തുന്നു, പ്രതി ലഹരിക്ക് അടിമ. 12/1/2025 ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിലെ 3 പേരെ കമ്പി വടിക്ക് അടിച്ചു കൊല്ലുന്നു, പ്രതി ലഹരിക്ക് അടിമ. 18/1/2025 മകൻ അമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്നു, പ്രതി ലഹരിക്ക് അടിമ. 3/2/2025 പാലക്കാട് ചെന്താമര 2 പേരെ വെട്ടിക്കൊല്ലുന്നു, പ്രതി ലഹരിക്കും അന്ധവിശ്വാസത്തിന് അടിമ. ഇന്നലെ 10/2/2025 തൃശൂർ കൊടുങ്ങല്ലൂരിൽ മകൻ അമ്മയെ കഴുത്തറുത്ത് അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ, പ്രതി ലഹരിക്ക് അടിമയായി സുബോധം നഷ്ടപ്പെട്ട 24-കാരൻ. കഴിഞ്ഞ ദിവസം അപ്പനാണെന്ന് ഞാൻ നോക്കില്ല, കുത്തി കൊടലെടുക്കുമെന്ന് പറഞ്ഞ് അപ്പനെ തരുന്ന ലഹരിക്ക് അടിമയായ 17-കാരനെ നമ്മൾ കണ്ടു. വർഷം തുടങ്ങി 1 മാസവും 11 ദിവസമായപ്പോഴേക്കും 8 മരണം. അതും ലഹരിക്ക് അടിമപ്പെട്ട് അബോധാവസ്ഥയിലായ ഇരുകാലികളുടെ കൈകളാൽ. സുഹൃത്തുക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വല്ലാത്ത നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിൽ ഞാൻ ഓർപ്പിക്കുന്നു, നമ്മളെ പോലുള്ള ഈ 82-83 വർഷക്കാലം അന്ന് പ്രിയ അഞ്ജലി ഇവിടെ ഓർപ്പിപ്പാനിടയായി തോന്നി. ഒരു നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സമയം ഇല്ലേ? ഒന്ന് സംസാരിക്കണമെങ്കിൽ ആരും കാണാതെ വിളിച്ചും പാത്തുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കാലഘട്ടങ്ങൾ മാറിപ്പോയി. ഞാനിപ്പോ എറണാകുളത്താണ് താമസിക്കുന്നത്.
ഞാൻ താമസിക്കുന്നതിന്റെ പുറകുവശം കാക്കനാടിന്റെ ആ പുറകുവശം മുഴുവനും വിജയമായി ഏറിയാണ്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, അതേപോലെ മറ്റു കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം അവിടെ വന്ന് അവർ സമയം സ്പെൻഡ് ചെയ്യുന്നു. എന്ത് വേണമെങ്കിലും ആകാം. ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ എങ്ങനെ ഓർക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ കാലഘട്ടം എത്ര മനോഹരമായിരുന്നു അല്ലേ? എത്ര മനോഹരം. എന്നാൽ ഇന്നിപ്പോ നമ്മുടെ അധ്യക്ഷൻ ഓർമ്മിച്ചു 57 വയസ്സുകളിൽ 58 വയസ്സുകളിൽ നടക്കുന്ന നമ്മള് എത്ര ഭാഗ്യവാന്മാരായിരുന്നു, എത്ര ഭാഗ്യവതികളായിരുന്നു അല്ലേ? ഗവൺമെന്റ് തലത്തിലും അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് പെൻഷനൊക്കെ പറ്റി നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. എത്ര മനോഹരമായിരിക്കുന്നു. നമ്മുടെ തലമുറകളെയൊക്കെ മാന്യമായി വിവാഹമൊക്കെ കഴിച്ചു വിട്ട് അവരുടെ പേരക്കുട്ടികളെയൊക്കെ അടുത്ത മടിയിൽ പിടിച്ചിരുത്തിയിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എത്ര മനോഹരമായ കാഴ്ചയല്ലേ? അടുത്തൊരു തലമുറയ്ക്ക് ഇത് കാണാൻ കഴിയുമോ? നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കറിയാം, പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉന്നതമായി ജോലി ചെയ്ത് പെൻഷൻ പറ്റിയവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാൻ കഴിയും. അതുപോലെ അവർ പലതും കാണുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ബോധവൽക്കരണത്തോടെ നമുക്ക് ഈ കൂട്ടായ്മ ഇങ്ങനെയുള്ളവരെ നേർവഴിയിൽ നടത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവിധ ആശംസകൾ. ഞാൻ ഓർക്കുകയാണ് 1982 ഞാൻ 8ാം ക്ലാസ്സിലാണ് അമരയിലേക്ക് വരുന്നത്. അതുവരെ ഞാൻ മീനങ്ങാടിയിലാണ് പഠിച്ചത്. മീനങ്ങാടിയിൽ പഠിച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ബാബു ഇവിടെ ഉണ്ട്, ജോസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത്. തല്ലിപ്പൊളിയുടെ ആശാനായിരുന്നു ഞാൻ. ഏറ്റവും നമ്പർ 1 തോമാച്ചൻ അറിയാം. തോമാച്ചൻ ഞാൻ ഇവിടെ ഒന്നിച്ചടുത്തിരുന്ന ഒരേ ക്ലാസ്സിൽ നിന്നാണ് പഠിച്ചത്. ഹിന്ദി ടീച്ചർക്ക് വരുമ്പോൾ ജല്ലി കൂടി അപ്പുറത്തൂടെ ചാടി ഗ്രൗണ്ടിൽ കൂടെ ചാടി പോയ ഒത്തിരി രംഗങ്ങളൊക്കെ ഞാനിവിടെ ഇരുന്ന് തോമസ് ചിന്തിക്കാനിടയായി തീർന്നു. അന്ന് ജോസ് എന്റെ ക്ലാസ്സിലായിരുന്നു തോന്നുന്നല്ലേ ജോസ്? അതെ, ജോസ് ഞാനൊക്കെ ഒരേ ക്ലാസ്സിലായിരുന്നു. എന്നാൽ അന്ന് ചാടിപ്പോയതിലൊക്കെ ഭാരങ്ങൾ പിൽക്കാലത്ത് അനുഭവിക്കേണ്ടി വന്നു. ഞാൻ ഓർമ്മിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്നൊക്കെ നമുക്കൊക്കെ മെസ്സേജ് അയക്കാൻ സാമാന്യമില്ലല്ലോ. ഇത് നമുക്കുള്ളത് അമ്മേ ബെനി ഞാനൊക്കെ കത്തെഴുതിയിട്ട് അത്ര കാലം കൊണ്ട് നടന്നിട്ടുണ്ടെന്നറിയാമോ? കൊടുക്കാൻ പറ്റാതല്ല ബെനി. അമ്മേ ബെനി ഞാനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് കത്തുകൾ ആർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവസരം കിട്ടട്ടെ, എല്ലാവരും ഒന്ന് മാറിയിട്ട് വേണ്ട കത്ത് കൊടുക്കാൻ. അങ്ങനെ അമ്മേ 1 way സൈഡ് പ്രേമമൊക്കെ ആയിട്ട് നടന്ന ഒത്തിരി കാലഘട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു. എന്തായാലും ഈ നല്ലൊരു കൂട്ടായ്മ ഈ വയസ്സായ കാലത്ത് നമുക്ക് കിട്ടിയതോർത്ത് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. കാരണം ഞാൻ ഇന്ന് ഒത്തിരി തിരക്കിലാണ്. എന്നാൽ പോലും ഞാൻ ഇന്ന് ഓടിയെത്തിയ കാരണം എനിക്ക് എന്റെ ഈ സഹോദരങ്ങളെല്ലാം ഒന്നിച്ച് കാണാൻ കഴിയും. എനിക്ക് ഒത്തിരി പ്രോഗ്രാമാണ് ഇത്. എന്നാൽ ഞാൻ ഓടി വന്നത് വലിയ സന്തോഷത്തോടെയാണ്. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അധികം പറ്റായിട്ട് എന്തെങ്കിലും മാറ്റി പോയെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളഞ്ഞേക്കണം. കാരണം 82-83 ആ രാജുവായിട്ട് കണ്ടുകൊണ്ട് അത് വിട്ടുകളയുക. എല്ലാ നന്മകളും നേരുന്നു, എല്ലാ ആശംസകളും. പ്രത്യേകിച്ച് ഞാൻ അസിയെ അഭിനന്ദിക്കുന്നു. കാരണം ഈ കാര്യവും ഇത്രയും കാര്യങ്ങൾ ക്രമീകരിക്കാൻ അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു മരണം രാജു വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയും. എനിക്ക് ഞാൻ ചോദിക്കട്ടെ, ആ സ്നേഹമസ്മരണമായ ആ സംസാരത്തിന്റെ മുമ്പിൽ വരാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടായി വന്നത്. കഴിഞ്ഞ രാത്രി ഉറങ്ങാതെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ട് വരുന്നതിന്റെ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ നമ്മൾ തമ്മിലുള്ള സ്നേഹമാണ്. ഈ സ്നേഹം അന്ത്യം നൽകട്ടെ. പ്രിയമോൾ അച്ഛനെ ഓർപ്പിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ചത്തു കഴിയുമ്പോൾ പെട്ടിയെ കൊണ്ടത് ഒരു വലിയ റീത്തന്നെ ചത്തു കൊണ്ടുവന്ന് വെക്കുന്നതിനേക്കാൾ എത്ര സന്തോഷമായി ഇപ്പൊ ഒന്ന് കണ്ട് കൈ കൊണ്ട് തൊന്ന് പിരിയാൻ കഴിയുന്ന ആ സ്നേഹം നമുക്ക് എത്ര മനോഹരമായിരിക്കുന്നു. അത് ഈ സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. എല്ലാവിധമായ നന്മകളും നേരുന്നു, ആശംസകൾ അറിയിക്കുന്നു. ആമേൻ. അധ്യക്ഷൻ അനുഗ്രഹീതമായ സ്റ്റേജിനെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളിൽ മുൻനിരയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഉദ്ഘാടക
നാലുവരി കവിത അവർ സ്വന്തം രചിച്ച കവിതയിൽ നിന്ന് അല്പം ഇവിടെ പാരായണം ചെയ്യുന്നതാണ്. നമ്മളെ സന്തോഷിപ്പിക്കാതെ. അപ്പൊ വീണ്ടും ഞാനിവിടെ ഇരിക്കുകയാണ്. ഞാൻ എഴുതിയ കുറച്ച് വരികൾ ഞാനിവിടെ വായിക്കാം. അതായത്, ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് വിശ്വാസവും സ്നേഹവും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിനോട് യോജിച്ച ഒരു കവിത തന്നെ ഞാൻ ഇവിടെ ചൊല്ലാം. അതായത്, പ്രണയത്തിന്റെ പേരിൽ ചതിച്ച് കൊന്ന ഒരു ന്യൂസ് നമുക്കുണ്ടായിരുന്നു. കഷായത്തിൽ വിഷം കൊടുത്തിട്ട് ഷാരോണിനെ ഗ്രീഷ്മ കൊന്നു കളഞ്ഞൊരു അവസ്ഥ. അപ്പം അത് ഞാൻ ഒരു ചെറിയൊരു രീതിയിൽ എന്റേതായ രീതിയിൽ എഴുതിയതാണ്. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നീതി കാത്തസ്തമിക്കുമോ പ്രതീക്ഷകൾ? 10 മാസം ചുമന്നു പെറ്റോരുണ്ണിയെ മാലാകയായി വന്നു കവർന്നെടുത്തപ്പോൾ നെഞ്ചകം പൊട്ടിപ്പിളർന്നിരുന്ന നിമിഷത്തിൽ വിഷം ചീറ്റുന്ന പാമ്പായി വന്നൂറ്റി കുടിക്കും നീതി സത്യത്തിന്റെ അടിവേരിനെ. പ്രാണൻ പൊലിഞ്ഞോരു കുഞ്ഞിനു വേണ്ടി നീതി തേടിയൊരമ്മ മാനസം. സത്യത്തിനെതിരായി കരുനീക്കിടുന്നു എതിർഭാഗം വാദിക്കും കരിങ്കുപ്പായക്കാർ. ഒടുക്കം തെറ്റു ചെയ്തോരെ നിരപരാധിയായി വിധിച്ചിടുമോ? പുത്രന്റെ ജഡത്തിൽ വീണു വിലപിച്ചോരമ്മ മാത്രമായി മാറാതെ നേരിലെ നേരെ അനീതി എറിയും ഓരോ ശരവും ഏറ്റുപറയാതെ സദയം ഒരു നിമിഷത്തിലെങ്കിലും പൊരുതണമെനിക്ക് അന്യായങ്ങൾക്കെതിരെ. നിഴൽ പാമ്പുകൾ കൂത്താടുമ്പോൾ ആത്മധൈര്യം മുറുകെ പിടിച്ചമ്മ നീതി തേടി കോടതി മുറിക്കുള്ളിൽ. സത്യം തെളിയുവാൻ കരം കൂപ്പി ഏകാഗ്രമായി നിൽക്കെ കൺതുറന്ന നേരത്തിൽ നീതിപീഠത്തിലെ ദേവത ഇനി അപരാധി എരിയട്ടെ കഴുത്തിലെ കുരുക്കിന്റെ മുറുക്കമോർത്ത്. ഇനി അപരാധി എരിയട്ടെ കഴുത്തിലെ കുരുക്കിന്റെ മുറുക്കമോർത്ത്. നന്ദി.